ഡിയർ സ്റ്റുഡൻസ്, മാനേജ്മെൻറ്റിലെ ഒരു പുതിയ ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇനി പോവുക. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ കഴിഞ്ഞ വർഷം മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. വാട്ട് യു മീൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഇത്രയും കാര്യങ്ങൾ മുൻ വർഷം നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വർഷത്തെ മാനേജ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റിലെ വളരെ എളുപ്പമുള്ള, കുട്ടികൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ചില മേഖലകളാണ് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചില ഫോക്കസ് ഏരിയാസ് തുടർന്നുള്ള അറിയിപ്പുകളിലുണ്ടാവും. ആ ഫോക്കസ് ഏരിയ കൂടുതലായി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നാൽ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസ്, കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ. One of the most important objective of statistical data is to get one single value that describes the characteristics of the entire mass data. Such a value is called the central value or an average. An average is a single value that represents a group of values. സാംഖിക ദത്തങ്ങളുടെ സുപ്രധാനമായ ഉദ്ദേശങ്ങളിലൊന്ന് മുഴുവൻ ദത്ത സമൂഹത്തിൻ്റെയും സവിശേഷതകൾ വിശദമാക്കുന്ന ഒരു ഏക മൂല്യം ലഭ്യമാക്കുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു മൂല്യത്തെ കേന്ദ്രീയ മൂല്യം അഥവാ ശരാശരി എന്ന് പറയുന്നു. അപ്പോൾ ഒരു കൂട്ടം മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഏക മൂല്യത്തെയാണ് ശരാശരി എന്ന് പറയുന്നത്. ഒരു വിതരണത്തിലെ എല്ലാ വാല്യൂസിനെയും പ്രതിനിധീകരിക്കുന്നതാണ് ഒരു ആവറേജ്. അപ്പോൾ ആൻ ആവറേജ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സിംഗിൾ എക്സ്പ്രഷൻ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഹോൾ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇതിൽ ഏതെല്ലാമാണ് ആവറേജസ് എന്ന് നോക്കുക. ടൈപ്സ് ഓഫ് ആവറേജസ്. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം ആർ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. നിങ്ങളുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിങ്ങൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആവറേജിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടുമുള്ള ആവറേജസ് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ് ഇവയെല്ലാമാണ്. അതിൽ ആദ്യത്തെ ആണ് അരിത്തമെറ്റിക് മീൻ. This is the most commonly used measures central tendency. It is defined as the sum of these values of all the items divided by the number of items. It is denoted by X bar. Arithmetic mean may be of two types, simple arithmetic mean and weighted arithmetic mean. മുഴുവൻ ദത്തത്തെയും പ്രതിനിധാനം ചെയ്യുന്നതിനുള്ള സാമാന്യവും പരക്കെ ഉപയോഗപ്പെടുത്തുന്നതുമായ അളവ് രീതിയാണ് അരിത്തമെറ്റിക് മീൻ. എല്ലാ ഇനങ്ങളെയും കൂട്ടി അങ്ങനെ കിട്ടുന്ന മൊത്തത്തെ ഇനങ്ങളുടെ എണ്ണം കൊണ്ട് വിഭജിച്ചാണ് അതിൻ്റെ മൂല്യം ലഭിക്കുന്നത്. ഇത് സിമ്പിൾ അരിത്തമെറ്റിക് മീനോ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീനോ ആകാം. സിമ്പിൾ അരിത്തമെറ്റിക് മീനാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഈ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ നമുക്ക് 3 സീരീസിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. 3 തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ആണുള്ളത്. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഇൻഡിവിജ്വൽ സീരീസ് എന്താണെന്ന് നമുക്കറിയാം. ഐറ്റംസ് ആർ ലിസ്റ്റഡ് ഇൻഡിവിജ്വലി. ഇൻ ഇൻഡിവിജ്വൽ സീരീസ് ഐറ്റംസ് ആർ ലിസ്റ്റഡ് ഇൻഡിവിജ്വലി. വ്യക്തിഗതമായി ഡാറ്റകൾ പ്രസൻറ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ് തന്നെ എടുക്കാം. ഓരോ കുട്ടീൻ്റെ പേരും മാർക്കും തന്നാൽ അതൊരു ഇൻഡിവിജ്വൽ സീരീസാണ്. ഇല്ലെങ്കിൽ കുട്ടീൻ്റെ സീരിയൽ നമ്പറും അതിൻ്റെ മാർക്കും തന്നാൽ അത് ഇൻഡിവിജ്വൽ സീരീസാണ്. വ്യക്തിഗതമായി ഡാറ്റകൾ പ്രസൻറ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുക. അതേസമയം ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ പ്രത്യേകത എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിൾസും ഉണ്ടാവും, അതുപോലെ ഫ്രീക്വൻസി ഉണ്ടാവും. ഇപ്പോൾ 50 കുട്ടികളുള്ള ക്ലാസ്സിൽ 10 മാർക്ക് ഉള്ളത് 5 കുട്ടികൾക്ക്, 20 മാർക്ക് ഉള്ളത് 3 കുട്ടികൾക്ക്, 30 മാർക്ക് ഉള്ളത് 5 കുട്ടികൾക്ക്, 40 മാർക്ക് ഉള്ളത് 4 കുട്ടികൾക്ക്. ആ രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുക. ഇനി അതേസമയം കണ്ടിന്യൂസ് സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് distributions are presented with continuous variables.
കണ്ടിന്യൂസ് വേരിയബിൾസോട് കൂടിയിട്ടാണ് ഒരു സീരീസ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ കണ്ടിന്യൂസ് വേരിയബിളും ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. അവിടെ കണ്ടിന്യൂസ് വേരിയബിൾസും ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് തന്നെ എടുത്താൽ 0 മുതൽ 10 വരെ 4 കുട്ടികൾക്ക്, 10 മുതൽ 20 വരെ 6 പേർക്ക്, 20 മുതൽ 30 വരെ 4 കുട്ടികൾക്ക്, അങ്ങനെ ആ രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുക. അപ്പോൾ ഈ 3 സീരീസിലും നമുക്ക് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൽ കണക്കാക്കാൻ നോക്കാം. ഇൻ ഇൻഡിവിജ്വൽ സീരീസ് അരിത്തമെറ്റിക് മീൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ എക്സ് ബാർ സീക്കൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എക്സ് ബാർ. അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ എന്ന ലെറ്റർ കൊണ്ടാണ് അറിയുക. നമ്മൾ എക്സ് എന്ന് എഴുതി, ക്യാപിറ്റൽ ലെറ്റർ എക്സ് എഴുതി, അതിൻ്റെ മേലെ ഒരു ചെറിയ ലൈൻ ഇടുക. അതിനെ വായിക്കുന്ന പേരാണ് എക്സ് ബാർ. എക്സ് ബാർ സീക്കൽ ടു സിഗ്മ, ടോട്ടൽ എന്നുള്ള ചിഹ്നമാണ്, സിഗ്മ എക്സ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഡിവൈഡ് ബൈ എൻ. ഇതിൽ സിഗ്മ എക്സ് എന്നാൽ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn. നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാവും. ഈ വാല്യൂസ് എല്ലാം കൂടി കൂട്ടുന്നതാണ് സിഗ്മ എക്സ്. n സീക്കൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. n എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്നുള്ളതാണ്. നമുക്ക് എത്ര ഐറ്റംസ് ആണോ ഉള്ളത് അത്. ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കാം. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഡാറ്റ ഷോയിങ് ഡെയിലി ഇൻകം ഓഫ് ദി ഫാമിലീസ് ഇൻ എ വില്ലേജ്. ഒരു ഗ്രാമത്തിലെ കുടുംബങ്ങളുടെ ഒരു ശരാശരി വരുമാനം കണ്ടുപിടിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് 250, 275, 280, 300, 500, 250, 290, 350, 400, 375. അങ്ങനെ 10 കുടുംബങ്ങളുടെ വരുമാനം തന്നിട്ടുണ്ട്. ഇവിടെ ആ വില്ലേജിലെ ശരാശരി കുടുംബ വരുമാനം എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ആദ്യം എക്സ് ബാർ സീക്കൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ എക്സ് വാല്യൂസും കൂടി കൂട്ടുന്നതാണ്. 250 പ്ലസ് 275 പ്ലസ് 280 പ്ലസ് 300 പ്ലസ് 500 പ്ലസ് 250 പ്ലസ് 290 പ്ലസ് 350 പ്ലസ് 400 പ്ലസ് 375 സീക്കൽ ടു 3270. അപ്പോൾ n ഈസിക്കൽ ടു നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ്. അവിടെ എത്രയുണ്ട് മൊത്തം ഐറ്റംസ് ഉണ്ട് നോക്കുക. മൊത്തം 10 കുടുംബങ്ങളുടെയാണല്ലോ. അപ്പോൾ 10 n ഈസിക്കൽ ടു 10. ദർഫോർ മീൻ ഈസിക്കൽ ടു ഓർ എക്സ് ബാർ ഈസിക്കൽ ടു 3000. ഈ 10 ഐറ്റം കൂടി കൂട്ടുമ്പോൾ 3270 എന്നാണ് കിട്ടുക. 3270 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് 327. ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ നോക്കാം. ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് അരിത്തമെറ്റിക് മീൻ മേ ബി കമ്പ്യൂട്ടഡ് ബൈ അപ്ലൈങ് ഡയറക്റ്റ് മെത്തേഡ് ഓർ ഷോർട്ട് കട്ട് മെത്തേഡ്. നമുക്ക് 2 മെത്തേഡ് ഉപയോഗിക്കാം, ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ്. ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ആൻസർ ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ നോക്കാം. അണ്ടർ ദീസ് മെത്തേഡ്സ് അരിത്തമെറ്റിക് മീൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ എക്സ് ബാർ സീക്കൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ. അപ്പോൾ ഇവിടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എക്സ് ബാർ സീക്കൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ പ്രത്യേകം നമുക്കറിയാം. വേരിയബിൾസും ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. വേരിയബിൾസും ഫ്രീക്വൻസിയും ഉണ്ടാവും. വേരിയബിൾസ് ആണ് എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. എഫ് എന്നാൽ ഫ്രീക്വൻസിയുമാണ്. ഈ ഫ്രീക്വൻസിയും വേരിയബിളും പരസ്പരം ഗുണിക്കുന്നു. അങ്ങനെ ഗുണിച്ച് വിവിധ വേരിയബിൾസും അതിൻ്റെ ഫ്രീക്വൻസിയും ഗുണിച്ച് അതെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ്. പിന്നീട് n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി. n ഈസിക്കൽ ടു ടോട്ടൽ ഫ്രീക്വൻസി. ഒരു ഉദാഹരണം നിങ്ങൾ നോക്കാം. ഒരു സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് തന്നിട്ടുണ്ട്. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും നിങ്ങളോട് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. മാർക്സ് വേരിയബിൾസ് ആയിട്ട് കൊടുക്കാം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് ഫ്രീക്വൻസി ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ നമ്മൾ ഒരു 4 ഹെഡിങ് കോളം ഹെഡിങ് കൊടുക്കണം.
ആദ്യം മാർക്സ് എക്സ്, പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഫ്, പിന്നെ എഫ് എക്സ്. എന്നിട്ട് ഈ മാർക്സ് എല്ലാം താഴെ എഴുതാം. ഇവിടെ മാർക്ക് 10, 20, 30, 40, 50, 60, 70, 80. ഇനി അതിൻ്റെ നേർക്ക് അതിൻ്റെ ഫ്രീക്വൻസി എഴുതുക. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 12, 20, 18, 18, 11, 9, 8, 4. അതിനുശേഷം അതെല്ലാം കൂടി കൂട്ടുക. അതാണ് 100. അത് n ആണ്. n = 100. പിന്നീട് എഫ് എക്സ് എടുക്കുക. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഓരോ എക്സിനെയും അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് ഗുണിക്കുക. ആദ്യം 10 × 12 120, 20 × 20 400, 30 × 18 540, 40 × 18 720, 50 × 11 550, 60 × 9 540, 70 × 8 560, 80 × 4 320. ആ എഫ് എക്സ് എല്ലാം കൂടി കൂട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ്. അത് 3750 കിട്ടും. പിന്നീട് നമ്മൾ മീൻ കണ്ടുപിടിക്കുക. മീൻ = നമുക്കറിയാം എക്സ് ബാർ = സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ n = 3750 സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ n = 100 37.5 എന്ന് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുക. കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ നോക്കാം. In continuous series, class intervals are given. In continuous series, arithmetic mean is calculated by any of the following methods, that is direct method, shortcut method and step deviation method. Continuous series arithmetic mean ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതിലാദ്യം ഡയറക്റ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ്സ് arithmetic mean is calculated by x bar = സിഗ്മ fm ഡിവൈഡ് ബൈ n. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എക്സ് ബാർ = സിഗ്മ fm ഡിവൈഡ് ബൈ n. അതിൽ m എന്നാൽ മിഡ് വാല്യൂ, f ഫ്രീക്വൻസി ആൻഡ് n ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും n എന്നാൽ ടോട്ടൽ ഫ്രീക്വൻസിയാണ്, f ഫ്രീക്വൻസി, m മിഡ് വാല്യൂസ്. നിങ്ങളിവിടെ ഒരു ഉദാഹരണം നോക്കാം. ദ ഫോളോയിങ് ടേബിൾ ഷോയിങ് മാർക്സ് ഓഫ് 70 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ 70 കുട്ടികളുടെ മാർക്കാണ് തന്നിട്ടുള്ളത്. 0, 10, 5, 10, 20, 12, 20, 30, 15, 30, 40, 25, 40, 50, 8, 50, 60, 3, അതുപോലെ 60, 70, 2, മൊത്തം 70. അപ്പോൾ ഇതിൽ നിങ്ങളോട് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം, എക്സ് ബാർ = സിഗ്മ fm ഡിവൈഡ് ബൈ n. നമുക്ക് ഇവിടെ ഒരു 4 കോളംസ് ആവശ്യമാണ് ഇത് ചെയ്യാൻ വേണ്ടി. ഈ തരത്തിലുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 4 കോളം പ്രൊവൈഡ് ചെയ്യണം. ആദ്യം മാർക്സ്, പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് f, പിന്നെ നമുക്ക് വേണ്ട മിഡ് വാല്യൂസ് ആണ്. ലാസ്റ്റ് കോളം fm. അപ്പോൾ നമ്മൾ ആദ്യം മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും താഴെ എഴുതുക. എന്നിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ആ കോളം നമ്മൾ ടോട്ടൽ ചെയ്യുക. അത് കൂട്ടുമ്പോൾ 70 എന്നാണ് കിട്ടുക. അപ്പോൾ n = 70. ടോട്ടൽ ഫ്രീക്വൻസിയാണ് n. പിന്നീട് നമ്മൾ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിൻ്റെയും മധ്യത്തിൽ വരുന്ന വാല്യൂ. അതിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂട്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ആദ്യത്തെ ക്ലാസ് നോക്കുക, 0, 10 ആണ്. അതിൻ്റെ മിഡ് വാല്യൂ 0 + 10 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 5. ദെൻ അടുത്ത ക്ലാസ് 10ഉം 20ഉം കൂട്ടുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10, 20, 30, 30/2 15, പിന്നെ 20, 30, 50, 50/2 25, 30 + 40 ഡിവൈഡ് ബൈ 2 70/2 35, പിന്നെ 45, 55, 65 അങ്ങനെ കിട്ടും. അതിനുശേഷം ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസിയും അതിൻ്റെ മിഡ് വാല്യൂവും പരസ്പരം ഗുണിക്കുക. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 5ഉം മിഡ് വാല്യൂ 5ഉമാണ്. പരസ്പരം ഗുണിക്കുമ്പോൾ 25. പിന്നെ 12 × 15 180, 15 × 25 375, 25 × 35 875, 8 × 45 360, 3 × 55 165, 2 65 × 2 130.
അതിനുശേഷം ഈ എഫ് എം എല്ലാം കൂടി കൂട്ടുക. അതാണ് സിഗ്മ എഫ് എം. ഇവിടെ 2110 കിട്ടും. അതിനുശേഷം നമ്മുടെ ഇക്വേഷൻ എഴുതാം. എക്സ് ബാർ സീക്കൽ ടു സിഗ്മ എഫ് എം ഡിവൈഡ് ബൈ എൻ. Therefore, x bar is equal to 2110 divided by 70 is equal to 30.14 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുക. നമുക്ക് പഠിക്കാനുള്ളതാണ് കമ്പൈൻഡ് മീൻ. കമ്പൈൻഡ് മീൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ എക്സ് ബാർ 12 is equal to എക്സ് ബാർ 1 n1 പ്ലസ് എക്സ് ബാർ 2 n2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2. സംയുക്ത ശരാശരി അല്ലെങ്കിൽ കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സാമ്പിൾ സൈസ് തന്നാൽ അതിൻ്റെ ഒരു ആവറേജ് കണ്ടുപിടിക്കാം. ഒരു ഉദാഹരണം നിങ്ങൾ നോക്കാം. മീൻ ഏജ് ഓഫ് 60 ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 20. ഒരു ക്ലാസ്സിലെ 60 ആൺകുട്ടികളുടെ ശരാശരി വയസ്സ് 20. മീൻ ഏജ് ഓഫ് 40 ഗേൾസ് ഈസ് 18. ആ ക്ലാസ്സിലെ 40 ഗേൾസിൻ്റെ ശരാശരി ഏജ് വയസ്സ് 18. കാൽക്കുലേറ്റ് മീൻ ഏജ് ഓഫ് 100 സ്റ്റുഡൻസ്. ആ ക്ലാസ്സിലെ 100 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്ര? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ കമ്പൈൻഡ് മീൻ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എക്സ് ബാർ 1 n1 പ്ലസ് എക്സ് ബാർ 2 n2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2. അപ്പോൾ ഇവിടെ എത്ര സൈസാണുള്ളത് നോക്കാം. ഇവിടെ 2 സൈസാണ് പറയാം. ഒന്ന് ബോയ്സ് ആണ്, മറ്റൊന്ന് ഗേൾസ് ആണ്. അപ്പോൾ ആദ്യത്തെ സൈസിനെ നമുക്ക് ആ സൈസിൽ ശരാശരിനെ നമുക്ക് എക്സ് ബാർ 1 എന്നും നമ്പറിനെ n1 എന്നും വിളിക്കാം. അപ്പോൾ ആദ്യത്തെ സൈസ് ബോയ്സ് ആണ്. അവരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 20 അവരുടെ എണ്ണം 60. അപ്പം എക്സ് ബാർ 1 എന്നുള്ളത് ശരാശരി 20 ഇൻറ്റു എണ്ണം 60 പ്ലസ് രണ്ടാമത്തെ സൈസ് ഗേൾസ് ആണ്. അവരുടെ എണ്ണം എത്രയാണ്? 40 n2 40. അവരുടെ ശരാശരി വയസ്സ് 18. അപ്പോൾ 20 ഇൻറ്റു 60 പ്ലസ് 18 ഇൻറ്റു 40 ഡിവൈഡ് ബൈ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ എണ്ണം വേറെ. ബോയ്സിൻ്റെ 60 പ്ലസ് ഗേൾസിൻ്റെ 40 സീക്കൽ ടു 20ഉം 60ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1200 പ്ലസ് 18 ഇൻറ്റു 40 720 ഡിവൈഡ് ബൈ 100 സീക്കൽ ടു 1920 ബൈ 100 സീക്കൽ ടു. അപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് എത്ര? 19.2. ഇങ്ങനെയാണ് നമ്മൾ കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതുപോലെ വ്യത്യസ്ത സൈസുകൾ തന്നിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ട് സംയുക്തമായി ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലാണ് നമ്മൾ കമ്പൈൻഡ് മീൻ ഉപയോഗിക്കുക. അതുപോലെ ഒരു ഫാക്ടറിയിലെ വർക്കേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഡാറ്റകൾ തരാം. അവിടെ പറയും മെയിൽ വർക്കേഴ്സിൻ്റെ ശരാശരി വേജസ് ഇത്ര, ഫീമെയിൽ വർക്കേഴ്സിൻ്റെ ശരാശരി വേജസ് ഇത്ര. അങ്ങനെയെങ്കിൽ ഫാക്ടറിയിൽ മൊത്തം വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ ശരാശരി വേജസ് എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ കമ്പൈൻഡ് മീനാണ് ഉപയോഗിക്കുക. അതുപോലെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്. ബോയ്സിൻ്റെ ശരാശരി ഹൈറ്റ് ഇത്ര, ഗേൾസിൻ്റെ ശരാശരി ഹൈറ്റ് ഇത്ര എന്നിട്ട് പറയാം. അങ്ങനെ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ ശരാശരി ഹൈറ്റ് എത്ര? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ കമ്പൈൻഡ് മീൻ ഉപയോഗിക്കുക. ഓക്കെ.